കേരളത്തിലേതുൾപ്പെടെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ തുടരുന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ദിനം പ്രതി എത്തുന്ന പ്രയാഗ്രാജിൽ നിന്നും ഇതിൽ എത്ര മാധ്യമങ്ങൾ കുംഭമേളയിലെ വിശേഷങ്ങൾ ദിവസവും നമ്മളിലേക്ക് എത്തിച്ചു തന്നു? പ്രയാഗ്രാജിലെ മാല വിൽപ്പനക്കാരി മൊണാലിസ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് നൽകിയ പ്രാധാന്യം പോലും കുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് ഭക്തർക്ക് ഈ മാധ്യമങ്ങൾ ഒന്നും തന്നെ നൽകിയേയില്ല. എന്നാൽ ഈ കഴിഞ്ഞയാഴ്ച പ്രയാഗ്രാജിലുണ്ടായ അഗ്നിബാധയും തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടവും അതിൽ 30 പേരുടെ അനൗദ്യോഗികമായ മരണവുമൊക്കെ ഇതേ മാധ്യമങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും 1.5 മണിക്കൂർ കൊണ്ട് വ്യോമമാർഗം എത്താൻ സാധിക്കുന്ന പ്രയാഗ്രാജിലെത്തി എത്ര മലയാള മാധ്യമങ്ങൾ ഒരു ദിവസമെങ്കിലും അവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്തു? ഇതിനോടകം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് ഒരു പ്രാധാന്യവും നമ്മുടെ മാധ്യമ ലോകം ഇതുവരെയും നൽകിയിട്ടില്ല എന്നത് പറയാതെ വയ്യ. എങ്കിലും അവർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. എന്തിന്? കണ്ണും കാതും കൂർപ്പിച്ച് പ്രതീക്ഷയോടുകൂടി ഇര തേടുന്ന ഒരു കഴുകന്റെ മനസ്സുമായി.